എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പരിപ്പ് വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്കാണ് പരിപ്പ് വട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വട തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ കടലപ്പരിപ്പിന് പകരം പീസ് പരിപ്പ് ഉപയോഗിച്ചിട്ടും ഈ ഒരു വട തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എടുത്തു വെച്ച 1 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് 2.5 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 പച്ചമുളകാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ 4 ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് 2.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം അത് ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്. ഇത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കടലപ്പരിപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അരച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ഇതിൽ പച്ചമുളകും ഉണക്കമുളകും രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കായം പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചെറിയ ഉരുള ആക്കി നമുക്ക് കയ്യിലെടുക്കാം. അതിനുശേഷം 2 കൈ ഉപയോഗിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പരിപ്പ് വടയ്ക്ക് സെൻറ്ററിലായിട്ട് കുറച്ച് നല്ല കട്ടിയും ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല കനം കുറച്ചിട്ടും വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വേണം ഒന്ന് വടയ്ക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ഒരു മീഡിയം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടൊക്കെ പാചകമൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഇതുപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ല കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് ഇതുപോലെ കൈ കൊണ്ട് ചൂടായ എണ്ണയിലേക്ക് വട ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ച ഈ ഒരു പരിപ്പ് വടയുടെ മിക്സിൽ നിന്നും 15 പരിപ്പ് വടയാണ് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഇത് 3 ബാച്ചായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വട നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇത് കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തത്. 2 വശവും നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് നമ്മളിത് എണ്ണയിൽ നിന്നും എടുക്കുന്നത്. ഈ പരിപ്പ് വട തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ തീ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറമേ കളറൊക്കെ മാറുകയും ചെയ്യും, ഉള്ളിൽ ശരിക്ക് വെന്ത് കിട്ടുകയുമില്ല. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ബാച്ച് പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സ് വെച്ചിട്ട് ഇതുപോലെ പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ഒരു സ്പെഷ്യൽ മിക്സ്ഡ് വടയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ ഒരു റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്